ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് പെരുന്നാൾക്ക് 2 ദിവസമാണ് കേട്ടോ ലീവ് ഉണ്ടായിരുന്നത്. പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണാൻ മറക്കല്ലേ. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഈദാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെക്കിൽ മാളിലേക്കാണ്. നമ്മൾ കയറി ചെന്നതും അവിടെ കുട്ടികളുടെ മുഖത്ത് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടപ്പോൾ നമ്മളത് ചെയ്യാൻ നിർത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആ ടൈമിൽ ഇവർ രണ്ടാളും വീഡിയോസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഇവൻ്റെ മുഖത്ത് പെയിൻറ്റിങ് ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ നടക്കൽ തുടങ്ങി. ഇപ്പം സിലുവിനായിട്ട് എല്ലായിടത്തും പോയാലും നമ്മളെടുക്കാനും പിടിക്കാനും ഒന്നും സമ്മതിക്കില്ല. അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണം. ഓന് എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി എല്ലാ സാധനങ്ങളൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ചിട്ട് വരികയാണ്. ഈ മാൾ അത്യാവശ്യം നല്ല വലിയ മാളാണ് കേട്ടോ. നമ്മൾ ഇതുവരെ പോയതിൽ ഏറ്റവും വലിയ മാളാണിത്. ഒരുപാട് ഏരിയ വരുന്നുണ്ട്. 2 പാർട്ടായിട്ടൊക്കെയാണ് അതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ബ്രിഡ്ജൊക്കെ ആയിട്ട് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടാൾക്കും പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലമുള്ള കാരണം ഒരു രണ്ടാളും നല്ല കളിയും ഫോട്ടോ ഒക്കെ ആയിരുന്നു ഫുള്ള്. പിന്നെ നമ്മളും വെറുതെ ഓരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ നേരെ മേലെ കയറാന്ന് വിചാരിച്ച് പോണ വഴിയിലായിരുന്നു ഈ 2 വലിയ മനുഷ്യന്മാരെ കണ്ടിട്ട്. ഈ 2 പെണ്ണുങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ച് കൈകോർത്ത് പിടിച്ച് ഇങ്ങനെ നടന്നു പോണതായിരുന്നു. നമ്മൾ പിന്നെ നേരെ മേലെ കയറി ചെല്ലണതും നേരെ പ്ലേ ഏരിയയിലേക്ക് ഇരുന്നു. ഇതിനകത്ത് കയറിയാൽ പിന്നെ അസുലുവിനെ നോക്കന്നെ വേണ്ട, എല്ലാത്തിലും പോയി കയറിയിരുന്ന് കളിക്കണം. പിന്നെ ഒരു വിധത്തിലാണ് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ കൊണ്ട് പുറത്തിറങ്ങിയതാണെങ്കിലോ നേരെ ഫുഡ് കോർട്ടിലേക്ക്. നല്ല അടിപൊളി ഫുഡിന്റെ സ്മെല്ലും നല്ല വിശപ്പും. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങി എന്താണ് അവസ്ഥ എന്ന് നോക്കാൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ ശരിയാവൂല. പിന്നെ ഫുഡ് പുറത്തുനിന്ന് ആക്കാന്നും പറഞ്ഞ് തൽക്കാലം ഒരു ആശ്വാസത്തിന് ഒരു ഐസ്ക്രീമും കഴിച്ച് അവിടെ നിന്ന്. അസിലാണെങ്കിൽ ഒരു തരത്തിലും വരാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. വീണ്ടും കൈ വിട്ട അപ്പം അവൻ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിയിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക്കും ലൈറ്റൊക്കെ കണ്ടായവൻ അതിനനുസരിച്ചിട്ട് പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. വീണ്ടും നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഓനെ ഇങ്ങോട്ട് പുറത്തിറങ്ങി. അപ്പം ഉണ്ട് നമ്മളിറങ്ങിയ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി നോക്കിയതാണ് നമ്മൾ. അതൊരു ചെറിയൊരു മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. എന്തൊക്കെയോ ആയിരുന്നു അവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വിട്ട്. ഞങ്ങൾ പോണ റൂട്ടിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടെ നല്ല ലോങ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഫുഡിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ ഫുഡ് കിട്ടാനും ലേറ്റായി. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കഴിച്ചിറങ്ങി.